ഹലോ അസ്സാം വലൈക്കും. പെരുമഴത്തുള്ള തിരക്ക് പിടിച്ച് രാവിലെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഒന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ കട്ടൻ ചായ തന്നെ ആരംഭിക്കാം. അപ്പോൾ രാവിലെ ദോശക്ക് നമ്മൾ തേങ്ങാ ചട്നിയല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, തക്കാളി ചട്നിയാണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ, എല്ലാവരും ചെയ്യലും ഉണ്ടാവും, പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് തക്കാളി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്നിച്ച് അരിഞ്ഞ് വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെറിയതായിട്ട് അരിയണമെന്നൊന്നുമില്ല കേട്ടോ, നമ്മൾ റഫായിട്ട് അരിഞ്ഞെടുത്താലും മതി. അപ്പോൾ ഞാനതങ്ങനെ കുറച്ച് നീളത്തിലൊക്കെ ആക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മിക്സിയിൽ അടിക്കാനുള്ള പാകത്തിന്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുക്കർ ചൂടാകുമ്പോൾ എന്താ പറയുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ ഈ ഉള്ളി അരിഞ്ഞു വെച്ച സംഭവം ഉണ്ടല്ലോ അത് മൊത്തമായിട്ട് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അബദ്ധം പറ്റിയത്, കടുക് കുറച്ച് കൂടിപ്പോയി. അത് ഒരു ആവേശത്തിൽ അങ്ങോട്ട് ഇട്ടതായിരുന്നു, കുറച്ച് നന്നായിട്ട് തന്നെ കൂടിപ്പോയി. അപ്പോൾ കുറച്ച് കടുക് ഇട്ടാൽ മതി. ടേസ്റ്റൊന്നും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ എന്താ പറയുക, കാണുമ്പോൾ ഭയങ്കരമായിട്ട് കടുക് നിൽക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 വിസിലിട്ടോ, അല്ലെങ്കിൽ ഒറ്റ വിസിൽ, ഞാൻ ഒരു വിസിലേ കൊടുത്തിട്ടുള്ളൂ. അതൊന്ന് വിസിലൊക്കെ പോയി ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി അരച്ചതിന് ശേഷം നമ്മളിത് വറവിടുക ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. കുറച്ച് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരയ്ക്കുക. ചെറു ചൂടുവെള്ളം ഒഴിക്കുക കേട്ടോ. അതൊന്ന് അരച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കട്ടൻ ചായ റെഡിയാക്കാം. ചായക്കുള്ള വെള്ളമൊക്കെ തിളച്ച് ചായപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടെങ്കിൽ എന്താ പറയുക, സാധാരണ 2 ദോശ എന്ന ആൾക്കാർ ഒരു 3 എണ്ണെങ്കിലും തിന്നും. നല്ല ടേസ്റ്റ് ആട്ടോ. തേങ്ങാ ചട്നിയേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ചട്നീൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. ചട്നിയൊക്കെ റെഡി ആയപ്പോഴത്തേക്ക് നമ്മളിത് ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ടാസ്ക് കേട്ടോ. ഒരാൾക്ക് ചെറിയ ദോശ മതി, മറ്റേ ആൾക്ക് കുറച്ച് വലിയ ദോശ തന്നെ വേണം. എനിക്ക് തട്ട് ദോശയാണ് വേണ്ടത്. അപ്പോൾ 3 ആൾക്ക് 3 രീതികളാട്ടോ. അപ്പോൾ രാവിലെ റാഫിക്ക് അവിടെ ഉണ്ടാവില്ല, അപ്പോൾ മുപ്പരില്ലാത്തതുകൊണ്ട് ഞങ്ങൾ 3 ആൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഷേപ്പിലായിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചോറിൻ്റെ പണി ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഞാൻ രാവിലെ ചോറാട്ടോ ആദ്യം ഉണ്ടാക്കുക, എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുക. എന്ന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നേ ഉള്ളൂ. പിന്നെ ഇന്ന് എന്താ പറയുക, ഒരു ചില്ലി ചിക്കനാട്ടോ ചെയ്യുന്നത്. ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസുമാണ് രാവിലെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ചില്ലി ചിക്കൻ്റെ സംഭവങ്ങളൊക്കെ ഇട്ട് ഒന്ന് ഇതാക്കുന്നുണ്ട്. ഡീറ്റെയിൽസായിട്ട് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ ചിക്കനൊക്കെ നേരത്തെ തന്നെ പൊരിച്ച് വെച്ചിരുന്നു കേട്ടോ. പിന്നെ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടെ വീഡിയോ എടുക്കാൻ പറ്റില്ല രാവിലത്തെ ഒരു തിരക്കിൽ, അപ്പോൾ കഴിഞ്ഞപ്പോൾ അത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്, ചോറും റെഡി ആയിട്ടുണ്ട്. രാവിലെ ശരിക്കും ഒരു യുദ്ധക്കളം തന്നെ കേട്ടോ അടുക്കള. എന്താ പറയുക, ഇങ്ങനെയാണ് അവസ്ഥ. കണ്ടില്ലേ, പണി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ സിനിമയിൽ പറഞ്ഞ പോലെ ഞാൻ തന്നെ വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വൃത്തിയാക്കുമെന്ന് പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ വൃത്തിയാക്കി. പിന്നെ ഈ വിളമ്പുന്ന പണിയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ 8:30 8:15 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. തിരക്ക് പിടിച്ച് ചെയ്താലും പക്ഷേ നമ്മൾ ഓരോ തരത്തിലും അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. ലീവുള്ള ദിവസമാണെങ്കിൽ ഈ പണികളൊന്നും ഇത്ര പെട്ടെന്ന് നടക്കുകയൊന്നുമില്ല. അത് വൈകുന്നേരം വരെ നീട്ടി വലിച്ച് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, പോകുന്ന ദിവസം ഭയങ്കര ഇൻട്രസ്റ്റാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കാനും. അപ്പോൾ പഠിച്ചോണ്ട് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു എനർജി തരും. അപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ട്. പക്ഷേ ഇറങ്ങാൻ നേരത്ത് പിന്നെയും മഴ തോർന്നിട്ടില്ല കേട്ടോ. ഇതാണ് ഞങ്ങളെ വീടിൻ്റെ മുന്നിലെ അവസ്ഥ. മഴ പെയ്താൽ ഇങ്ങനെ നടന്ന് പോകാനേ പറ്റില്ല. അയൺ ചെയ്ത് നല്ല സെറ്റപ്പായി പോകാനൊന്നും പറ്റില്ല. അത്രയും നനഞ്ഞ് കുതിർന്നിട്ട് വേണം പോകാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.